പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊപ്പം ഈ തീർത്ഥാടനത്തിൽ സംബന്ധിക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ നാടിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യാത്രയാണ് തീർത്ഥാടനം. യേശു സഞ്ചരിച്ച പാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അത് കൃപാപൂർണമായ ഒരു യാത്രയായി തീരുന്നു, ഒരു തീർത്ഥാടനമായി തീരുന്നു. നമ്മുടെ പൂർവികരൊക്കെ സഞ്ചരിച്ച പാതയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. നമ്മളുടെ ഈ വിശുദ്ധമായ യാത്ര നമ്മുടെ പിന്നാലെ വരുന്നവർക്കും മാതൃകയാകും, അവരുടെ പാതകൾ വിശുദ്ധീകരിക്കുന്നതിന് സഹായമാവുകയും ചെയ്യും. ഇതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ഇതിൽ ഹൃദയപൂർവ്വം പങ്കാളികളാകുകയും ചെയ്യുന്നവരെയും നേതൃത്വം നൽകുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ വലിയൊരു ശുശ്രൂഷയിലാണ് നിങ്ങൾ ഭാഗഭാക്കാവുന്നത്. ദൈവരാജ്യ ശുശ്രൂഷ. ഈ കാലഘട്ടം സാത്താൻ അരങ്ങുവാഴുന്ന ഒരു കാലഘട്ടമാണ്. വ്യത്യസ്തമായ വഴികളിലൂടെ നമുക്കതെല്ലാം ബോധ്യപ്പെടുന്നതാണ്. അതിനെതിരെ ദൈവികമായ മാർഗങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. ഗോകുൽത്തായിലേക്കുള്ള ഒരു യാത്ര, ആ ഒരു യാത്ര ഗോകുൽത്ത മലയിൽ ഉയർത്തപ്പെട്ടവൻ എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കണം, അല്പസമയം പങ്കുവെക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ ഭൂമിയിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഞാൻ ഭൂമിയിൽ 12 സുവിശേഷം 12 അധ്യായം 32 വചനമാണ്. ഞാൻ ഭൂമിയിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഉയർത്തപ്പെടുന്ന, മൗക്തീകരിക്കപ്പെടുന്ന ഒരു അനുഭവമായിട്ടാണ് ക്രൂശാരോഹണത്തെ യേശു കണ്ടത്. ഒന്നിന് മഹത്വം എന്ന് പറയുന്നത് അത് എന്ത് ഫലമുണ്ടാക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കർമ്മവും മഹത്വപൂർണമായി തീരുന്നത്. അത് സെൽഫ് ഗ്ലോറിഫിക്കേഷന് വേണ്ടിയുള്ളതല്ല, നമ്മളുടെ സ്വയം മഹത്വത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ദൈവമഹത്വത്തിന് എത്രമാത്രം പര്യാപ്തമാണ്. ഒന്ന്. രണ്ടാമത്, ഈ ലോകത്തിന്, ഈ സമൂഹത്തിന് എത്രമാത്രം അത് രക്ഷണീയമായി തീരും. അതാണ് ഒന്നിന്റെ മഹത്വം അടയാളപ്പെടുത്തുന്നത്. എങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്, കൃപാപൂർണമായ സംഭവമാണ് ഗോകുൽത്തായിൽ യേശു ക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെട്ടു എന്ന്. ഈ ക്രൂശാരോഹണം ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ക്രൂരമായ ആ ഒരു ശിക്ഷയാണ്. ഏറ്റവും മോശപ്പെട്ടവർക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന ഒന്നാണ്. റോമാക്കാരാണ് ഈ ഒരു ശിക്ഷാവ് നടപ്പിലാണ്. നമുക്ക് അത് റോമൻ അടിമത്തത്തിലായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ യേശു പറഞ്ഞ ഈ ഇസ്രായേൽ പ്രദേശത്ത് ഈ ശിക്ഷാവിധി ഉണ്ടാകാൻ ഇടയായത്. അവർ കാലഘട്ടത്തിൽ യേശു ജനിച്ചു ജീവിച്ചു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അവിടെ യേശുക്രിസ്തുവിനെ കൊല്ലാൻ ആ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളല്ല, മറിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ജീവിതം തടസ്സമാണ് എന്ന് കരുതിയവരും അവരുടെ ചെയ്തികളെ വിമർശിക്കാൻ അല്ലെങ്കിൽ വിമർശിക്കപ്പെടാനിടയായ വ്യക്തികളാണ്. അവരുടെ മാന്യതയ്ക്കും അവരുടെ മഹത്വത്തിനും അവരുടെ സുഖത്തിനും അവരുടെ നിലപാടുകൾക്കും അവരുടെ നേട്ടങ്ങൾക്കും ഒക്കെ യേശുക്രിസ്തു തടസ്സമാകുമെന്ന് തോന്നിയവർക്കാണ്. അപ്പോൾ ഇവിടെ പല വിഭാഗങ്ങളിലുള്ള ചുങ്കക്കാര്, സദൂക്കായര്, ഫരിസയര്, തീവ്രവാദികൾ, ഇങ്ങനെ 4 ഗണങ്ങളാണ് ഈ ഒരർത്ഥത്തിൽ അന്നത്തെ സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന 4 കേന്ദ്രങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ. ആത്മീയമായ കാര്യങ്ങളിൽ പുരോഹിത വർഗം, അതാണ് സദൂക്കായർ. ചുങ്കക്കാര് നമ്മുടെ റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നവരാണ്, ടാക്സ് പിരിക്കുന്നവരാണ്. ആ ടാക്സ് പിരിക്കുന്നവര്
വലിയ ചൂഷണമാണ് നടത്തിയിരുന്നത്. ആ ചൂഷണം പിരിക്കേണ്ടുന്നതിൽ കൂടുതൽ പിരിക്കും. അതിൽ ഏറെയും അവർ അതിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു വിഭാഗമാണ്. അപ്പൊ അവര് ധാരാളം സമ്പത്തുള്ളവരാണ്. ചുങ്കക്കാരൻ ആ ചുങ്കക്കാരുടെ ഗണത്തിൽ നിന്ന് പോലും യേശു മത്തായി ശ്ലീഹായെ സ്വീകരിച്ചു. സഖ്യവൂസിനെ മാനസാന്തരപ്പെടുത്തി. സഖ്യവൂസിന്റെ വീട്ടിൽ യേശു കടന്നു ചെന്നു. അപ്പോൾ അങ്ങനെ, എന്നാൽ ഈ ചുങ്കക്കാര് പ്രബലരായിരുന്നു, അവരുടെ എതിർപ്പുണ്ടായി. രണ്ടാമതായി ഫരിസേയർ, സദൂക്കായർ എന്ന് പറയുന്നത് പുരോഹിത വർഗം, ഈ ആത്മീയമായ മേഖലയെല്ലാം കൈയടക്കി വെച്ചിരുന്നു. അവര് അവരുടേതായ ആ മാർഗങ്ങളിലൂടെ ചൂഷണത്തിനുള്ള വഴി കണ്ടെത്തിയിരുന്നു. അവിടെ ഈ സമ്പത്താണ്, പണമാണ് കരുതിയിരുന്നത്. അതിന്റെ കഥകളെല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അതേപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. യെരൂശലേം ദേവാലയത്തിൽ യേശു പ്രവേശിച്ച് അവിടെ ഈ മേശകളെല്ലാം തട്ടിയിട്ടതും നാണയമാറ്റക്കാരുടെ ആ സംവിധാനങ്ങളെയെല്ലാം തകർത്തതും പ്രതീകാത്മകമായിട്ടാണ്. കാരണം അവിടെ ദേവാലയത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ദേവാലയ നാണയം മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ദൂരെ നിന്ന് വരുന്നവര് അവരുടെ നാണയങ്ങൾ ഈ രീതിയിൽ മാറ്റിയെടുത്താൽ മാത്രമേ സാധിക്കുള്ളൂ. ആ നാണയമാറ്റത്തിൽ വലിയ ചൂഷണം നടത്തി. അപ്പോൾ ആ ഒരു വിഭാഗം, പുരോഹിത വർഗം യേശുവിനെതിരായിരുന്നു. ഫരിസേയർ നിയമത്തെ അതിന്റെ അർത്ഥം നോക്കിയല്ല, അതിന്റെ അക്ഷരമനുസരിച്ച് വ്യാഖ്യാനിച്ചിരുന്നവരാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇത് നിറവേറ്റുക, അതിനപ്പുറത്തേക്ക്. അപ്പോൾ ഇത് ശാബത ആചരണത്തെ സംബന്ധിച്ചായാലും എല്ലാം അവരുടെ നിയമങ്ങൾ, ആ നിയമങ്ങളെല്ലാം മനുഷ്യപ്പറ്റില്ലാത്തതായിരുന്നു, കാരുണ്യത്തിന്റെ സ്പർശനമില്ലാത്തതായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം നടത്തിയത്. ഇതിനെല്ലാം എതിരെ യേശു സംസാരിച്ചു. അതുപോലെ തന്നെ തീവ്രവാദികൾ റോമാക്കാർക്കെതിരെ നിലപാടെടുത്തവരാണ്. പക്ഷേ അതിന് സമാധാനത്തിന്റെ മാർഗമല്ല, യുദ്ധത്തിന്റെ മാർഗമാണ്, രക്തച്ചൊരിച്ചിലുള്ള മാർഗമാണ് സ്വീകരിക്കേണ്ടത്. നിലപാട് സ്വീകരിച്ചവരാണ്. അതുപോലെ തന്നെ ഹെറോദേസ്, പീലാത്തോസ്. ഹെറോദേസ് യേശു പിറന്നപ്പോൾ തന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ഹെറോദേസിന്റെ ലക്ഷ്യം റോമക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, റോമക്കാർക്കെതിരെ നിലപാടെടുക്കുന്ന ഏത് ശക്തിയെയും തകർക്കാനുള്ള ഒരു പരിശ്രമം. ഹെറോദേസ് ആയാലും പീലാത്തോസ് ആയാലും ഇതെല്ലാം റോമൻ അധികാരത്തിന് കുടപിടിക്കാൻ തയ്യാറായവരാണ്. ഇവരെല്ലാം യേശുവിനെതിരായി. അപ്പോൾ എല്ലാ യഹൂദ ജനങ്ങൾ മുഴുവനും യേശുവിനെതിരായിരുന്നില്ല. അതിലെ ഈ മേലക്കിടയിലുള്ള ഭാഗം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നതെന്ന് കണ്ടപ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പല പ്രാവശ്യം യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം, യേശു ആദ്യമായി സിനഗോഗിൽ പ്രവേശിച്ച് വേദഭാഗം വായിച്ച് യേശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് അടച്ചു വെച്ചതിന് ശേഷം യേശു അവരോട് സംസാരിച്ചു തുടങ്ങി. അധ്യായത്തിന്റെ അവസാനം കാണുന്നത് യേശുവിനെ മലയിലേക്ക് കൊണ്ടുപോയി അവിടെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുവിനെ വധിക്കാൻ ശ്രമിക്കുന്നു. നിരവധി സന്ദർഭങ്ങളിൽ 4-5 പ്രാവശ്യം ഇതുപോലെ യേശുവിനെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യേശു മരണത്തെ ഭയപ്പെട്ടില്ല, കുരിശിനെ ഭയപ്പെട്ടില്ല, മരണം വരിക്കാൻ തയ്യാറായി. യേശു, നാം മനസ്സിലാക്കേണ്ടത്, യേശുവിനെ ആരെങ്കിലും ഓടിച്ചിട്ട് ഇങ്ങനെ ആക്രമിച്ചു കൊല്ലുകയായിരുന്നില്ല. അവിടുന്ന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി എന്നാണ് വായിക്കുന്നത്. സ്വയം ഏൽപ്പിച്ചു കൊടുക്കും. യേശുവിന്റെ രക്ഷപ്പെടാൻ മാർഗമില്ലാഞ്ഞിട്ടല്ല, കുരിശിന്റെ രക്ഷപ്പെടാൻ മാർഗമില്ലാത്തത് കൊണ്ടല്ല, ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാത്തത് കൊണ്ടല്ല, ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ കുരിശ് പിതാവിന്റെ ഹിതമനുസരിച്ച് രക്ഷയ്ക്ക് വേണ്ടി സ്വീകരിച്ച മാർഗമാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ജനസമൂഹത്തെ രക്ഷിക്കുക, ലോകത്തെ രക്ഷിക്കാൻ സ്വർഗം നിശ്ചയിച്ച മാർഗമാണ് കുരിശ്. സ്വർഗം നിശ്ചയിക്കുന്ന മാർഗമല്ല ഏറ്റവും നല്ല മാർഗം. നമ്മള് ആ മാർഗം സ്വീകരിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ആ പാഠം. ദൈവം നമുക്ക് തിരഞ്ഞെടുക്കുക. അതാണ് എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സ്വർഗം നിശ്ചയിക്കുന്ന മാർഗങ്ങൾ. ചിലപ്പോൾ നമ്മുടെ രോഗമാകാം, ചിലപ്പോൾ ഒരു പക്ഷെ ഒറ്റപ്പെടലാവാം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കുരിശ് അനുഭവങ്ങൾ ഉണ്ടാവും. ഈ കുരിശ് രക്ഷണീയമാക്കിക്കൊണ്ടാണ് ഈ ലോകത്തെ രക്ഷിക്കേണ്ടത് എന്നുള്ളത്
സ്വർഗത്തിന്റെ നിശ്ചയമായിരുന്നു. അപ്പോൾ ഈ കുരിശ് ഭാവാത്മകമായി യേശു സ്വീകരിച്ചു. കുരിശ് രക്ഷയ്ക്കായി സ്വർഗം തിരഞ്ഞെടുത്ത മാർഗമാണ്. ദൈവം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ല മാർഗമാണ്. ഈ കുരിശിലേക്ക് എല്ലാവരെയും ആകർഷിച്ചു. എന്താണ് കുരിശിൽ എന്താണ് ചെയ്തത്? കുരിശിൽ തന്റെ തന്റെ തലമുറകളുടെ പാപപരിഹാരത്തിനുള്ള വേദിയാക്കി ഈ കുരിശിനെ മാറ്റി. പാപപരിഹാരത്തിനുള്ള സഹനത്തിന്റെ വേദിയായി, ബലിയുടെ വേദിയായി. പാപപരിഹാരത്തിലൂടെ ഈ ജനസമൂഹത്തെ തന്നിലേക്ക് ആകർഷിച്ചു. അപ്പോൾ തന്നിലേക്ക് ആകർഷിച്ചു എന്ന് പറയുന്നത് രക്ഷയിലേക്ക് ആകർഷിച്ചു. പിതാവിന്റെ ഹിതം നിറവേറ്റി പിതാവിലേക്ക് അടുപ്പിച്ചു, സ്വർഗത്തിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായി ഈ കുരിശ് പാപപരിഹാരത്തിന്റെ വേദിയായി, രക്ഷയ്ക്കായി സ്വർഗം തിരിച്ച മാർഗമാണ്. രണ്ടാമതായി ഇത് ക്ഷമയുടെ പാഠം ഈ കുരിശിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് രക്ഷയ്ക്ക് അനിവാര്യമായ ഒന്നാണ്. നാം ക്ഷമ കൊടുക്കാതിരിക്കുക, ക്ഷമിക്കാതിരിക്കുക, ക്ഷമ നൽകാതിരിക്കുക, അതെല്ലാം എന്താണ്? അത് നമ്മെ തന്നെ ബന്ധിച്ചിടുന്ന ഒന്നാണ്. അതിലൂടെ സാത്താൻ നമ്മിലേക്ക് കടന്നു വരും. സാത്താൻ നമ്മെ അടിമയാവും. കോപിക്കാമെന്ന പാപമാകരുത്. നിങ്ങളുടെ കോപം സൂര്യനസ്തമിക്കുന്ന വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ. സാത്താൻ നിങ്ങൾ ഇടം കൊടുക്കരുത്. അപ്പോ സ്നേഹത്തിലാണ് ദൈവം വസിക്കുന്നത്, വെറുപ്പിലാണ് സാത്താൻ വസിക്കുന്നത്. മത്സ്യം വെള്ളത്തിൽ വസിക്കുന്നത് പോലെ സാത്താൻ വെറുപ്പിലും വിദ്വേഷത്തിലുമാണ്. ക്ഷമ കൊടുത്തുകൊണ്ട് സാത്താനെ പരാജയപ്പെടുത്താനുള്ള മാർഗം പഠിപ്പിച്ചു യേശു നമുക്ക് വേണ്ടി. ആ ക്ഷമയുടെ പാഠം നൽകിക്കൊണ്ട് മൂന്നാമതായി പ്രാർത്ഥനയുടെ ഇടമാക്കി. അപ്പൊ സഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എത്രമാത്രം ഫലദായകമാണ്. അവിടെ കിടന്നുകൊണ്ട് പിറുപിറുക്കുകയല്ല. ഒരു കുരിശിലെ ഈ സഹനം, ഇതിനപ്പുറത്തൊരു സഹനം. ശ്വാസം മുട്ടി മരിക്കുന്ന, മുറിവുകളില്ലാത്ത ഇടമില്ല. ശരീരത്തിൽ മുറിവുണ്ട്, മനസ്സിലും മുറിവുണ്ട്. അപ്പോൾ ചുറ്റുപാട് വല്ല പരിഹാസത്തിന്റെ സ്വരമാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടെ അതിനെ പ്രാർത്ഥനയുടെ ഇടമാക്കി മാറ്റി. സഹനം പ്രാർത്ഥനയുടെ ഒരിടമാക്കി മാറ്റി. നാലാമതായി കുരിശിനെ ബലിപീഠമാക്കി മാറ്റി. പുതിയ നിയമത്തിലെ ബലി അതാണ്. അത് മൃഗങ്ങളെ അർപ്പിക്കുന്ന, മറ്റു പലതിനെയും അർപ്പിക്കുന്ന, കാഴ്ചകളായി അർപ്പിക്കുന്ന ബലിമൃഗങ്ങളല്ല, മറിച്ച് തന്നെ ബലിയാക്കി മാറ്റിക്കൊണ്ട് ആ ബലിപീഠമാക്കി കുരിശിനെ രൂപാന്തരപ്പെടുത്തി. അതുവരെ ശാപത്തിന്റെ അടയാളമായിരുന്നു. അത് ബലിപീഠമാക്കി രൂപാന്തരപ്പെടുത്തി. നമ്മുടെ ഇതുപോലെ സഹനത്തിന്റെ വേദികളെയും ബലിപീഠമാക്കി മാറ്റിക്കൊണ്ട് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. അഞ്ചാമതായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ ഗോകുൽത്താമലയിൽ കുരിശിന്റെ ജീവിതത്തിലുണ്ടായി. ആ രക്ഷ യേശുക്രിസ്തു ഈ ലോകത്തിലേക്കുള്ള രക്ഷയുടെ മാർഗം തുറന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് പരിശുദ്ധ അമ്മയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും നൽകി. അത് ഈ ജനത്തെ മുഴുവനും, ഈ തലമുറകളെ മുഴുവനും യേശുക്രിസ്തുവിലേക്ക്, രക്ഷയിലേക്ക് ആകർഷിക്കുന്നതിന് സഹായകമായി. ആറാമതായി പ്രിയപ്പെട്ടവരെ, ശതാധിപന്റെ ഘോഷമുണ്ടല്ലോ, പ്രഘോഷണത്തിന്റെ വേദിയായി ഗോകുൽത്ത. പ്രഘോഷണത്തിന്റെ വേദിയായി ഗോകുൽത്ത. അപ്പോൾ ഈ ഗോകുൽത്ത മലയിൽ ഉയർത്തപ്പെടുകയാണ്, താഴ്ത്തപ്പെടുകയല്ല. ശിക്ഷയോ പരിഹാസമാണെങ്കിൽ നാം താഴ്ത്തപ്പെടുന്ന അവസ്ഥയാണ്. എന്നാൽ ഈ കുരിശിലൂടെ, സഹനത്തിലൂടെ, ഈ സഹനത്തെ പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട്, ഈ നിന്ദയുടെ വേദിയെ ബലിപീഠമാക്കി മാറ്റിക്കൊണ്ട് ഈ വേദിയെ പ്രഘോഷണത്തിന്റെ വേദിയാക്കി മാറ്റിക്കൊണ്ട്, ഈ 7 മൊഴികളും തന്നെ പ്രഘോഷണമാണ്. ശതാധിപന്റെ പ്രഘോഷണമുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഈ കുരിശ് രക്ഷയുടെ കേന്ദ്രമാക്കി മാറ്റി. ഗോകുൽത്തായിൽ ഉയർത്തപ്പെട്ടവനിലൂടെ നമ്മൾ ഓരോരുത്തരും രക്ഷ അനുഭവിക്കാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ ഈശോയെ അവിടുത്തെ പീഡാനുഭവത്തിലൂടെയും ദർശനകർമ്മങ്ങളിലൂടെയും ഞങ്ങൾക്ക് നേടിത്തന്ന ആ രക്ഷയുടെ അനുഭവത്തിൽ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ക്രൂശാരോഹണത്തിലൂടെ അവിടെ നേടിത്തന്ന ആ രക്ഷയുടെ കൃപകൾ ഈ കാലഘട്ടത്തിലേക്ക് വർഷിക്കാനുള്ള ഉപകരണങ്ങളായി, മാധ്യമങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. ഈ തീർത്ഥാടന യാത്ര
ഈ തീർത്ഥാടന യാത്ര, ഈ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന യാത്ര അനേകരുടെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും കാരണമായി തീരട്ടെ. എല്ലാവരും ഈ തലമുറകൾ മുഴുവനും ഈ കുരിശിലേക്ക് ആകർഷിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസം നാം എല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ശുശ്രൂഷകളുടെ മേലും, നമ്മുടെ ഭവനങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആമീൻ.